അപ്പോൾ ഓക്കെ, നിങ്ങളൊരു ഷവമി ഡിവൈസ് യൂസർ ആണെങ്കിൽ, അതായത് പോക്കോ, റെഡ്മി, ഷവമി, നിങ്ങൾ ഹൈപ്പർവൈസ് 2 ആയാലും 1 ആയാലും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ലേറ്റസ്റ്റ് ഹൈപ്പർവൈസ് 2 ആണല്ലോ, ഫസ്റ്റ് നിങ്ങളൊരു മിഡ് റേഞ്ച് ഡിവൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ബാറ്ററി ഡ്രെയിനിങ് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് അത്യാവശ്യം ബാറ്ററി ഡ്രെയിനിങ് ഫിക്സ് ആകുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും കൂടി വേണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആക്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ടിന് കൊടുത്ത ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അനാവശ്യമായിട്ടുള്ളതുണ്ടെങ്കിൽ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ്സ് ബേസ്ഡ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയതിന് ശേഷം എൻറോളിങ് യൂസർ എക്സ്പീരിയൻസ് ഉള്ള ആ ഓപ്ഷൻ ഓഫാക്കി വെക്കുക. ആഡ് സർവീസ് ഓഫാക്കുക. യൂസേജ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ഓഫാക്കുക. അപ്പോൾ അതെല്ലാം ഓഫാക്കിയതിന് ശേഷം ഓതറൈസേഷൻ റിവോക്കേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നിട്ടാകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് MSA എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അത് ടേൺ ഓൺ ചെയ്ത് വെക്കുക, ടേൺ ഓഫ് ചെയ്യാം. അതായത് ഇത് നിങ്ങളെ ഫോണിൽ, അതായത് ആക്സിഡൻ്റ് ആയിട്ട് കറണ്ട് എടുക്കുന്ന സെറ്റപ്പ്, കുറച്ച് ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ അത് ഓഫാക്കി വെച്ചാൽ കുറച്ച് ബാറ്ററി സേവ് ആവും. അതിന് ശേഷം ചെയ്യേണ്ടത്, നിങ്ങൾ സിസ്റ്റം, അതായത് ഈ സിസ്റ്റം സെക്യൂരിറ്റി എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ APK എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടതാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അത് ബാറ്ററി ഡ്രെയിനിങ്ങിന് ഇതാക്കും. പിന്നെയെന്ന് വെച്ചാൽ ബാറ്ററി എന്നുള്ള സെക്യൂരിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാറ്ററി എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്നുണ്ടാവും. ആണ് നിങ്ങൾ സ്മാർട്ട് ചാർജിങ്ങും. പിന്നെ ഹൈപ്പർവൈസ് 1 ആണെങ്കിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഓൺ ചെയ്ത് വെക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അതെങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഹൈപ്പർവൈസ് 1 ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ശേഷം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ മോർ കണക്ടിവിറ്റി ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ആടെ പ്രിൻറ്റിങ് ഉണ്ടാവും. അപ്പോൾ പ്രിൻറ്റിങ് സർവീസ് ഓഫാക്കി വെക്കുക. പിന്നെ ഷവമി ഹോം ഉണ്ടാവും, അതും ഓഫാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ തന്നെ അത്യാവശ്യം ബാറ്ററി സേവ് ആയി. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ വൈഫൈ സ്കാനിങ് എന്നുള്ള ജസ്റ്റ് സെറ്റിങ്സിലൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ, അത് ജസ്റ്റ് ഓഫാക്കി വെക്കുക. അത് വല്ലാണ്ട് കറണ്ട് എടുക്കുന്ന സെറ്റപ്പാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് ഉണ്ടാവും. ജസ്റ്റ് അതും നിങ്ങളൊന്ന് ഓഫാക്കി വെക്കുക. അതിനുശേഷം വീണ്ടും ആപ്സിലേക്ക് വരിക. എന്നിട്ട് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷവമിൻ്റെ ഗ്ലാൻസ് കിട്ടും. ആ ഗ്ലാൻസ് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത ആളെ, അത് വേണ്ട, എന്തിനാണ് ഗ്ലാൻസ്, നിങ്ങൾക്ക് അത്രയും നിർബന്ധം അത് വേണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുന്ന ലോക്ക് സ്ക്രീനിൽ വന്നതിന് ശേഷം, ഞാൻ ഓൾറെഡി അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ ഓപ്ഷൻ കാണാൻ പറ്റും ഗ്ലാൻസ്, അത് ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് വെക്കുക. ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അൺഇൻസ്റ്റാൾ കൊടുക്കുക. അൺഇൻസ്റ്റാൾ കൊടുക്കുന്നതാണ് അത്രയും നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ, അതായത് വെർച്വൽ റാം, ദയവേത് ഈ സാധനം നിങ്ങൾ ഓഫാക്കി വെക്കുക. ഇത് ഓൾറെഡി ഓണാക്കി വെച്ചാൽ തന്നെ നിങ്ങളെ സ്റ്റോറേജിൻ്റെ സ്പീഡ് കുറക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഓഫാക്കി വെക്കുക, അതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിസ്റ്റം UI പ്ലഗിൻ ഇതിൻ്റെ APK ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. അതിനും ജസ്റ്റ് ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ സിസ്റ്റം UI പ്ലഗിൻ ടൈപ്പ് ചെയ്യുക, അൺഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങൾ APK കയറ്റിയതാണെങ്കിൽ അതിൻ്റെ APKയിൽ നല്ല ബാറ്ററി ഡ്രെയിനിങ് നിങ്ങൾ ഫേസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ APK ഡൗൺലോഡ് ചെയ്തിട്ടതാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഹോം സ്ക്രീനിലുള്ള ഓപ്ഷൻ വരിക. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഷോ സജഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആഡ്സും കൂടി ഓഫാവും. അപ്പോൾ അത് നിങ്ങൾ ഓഫാക്കി വെക്കുക. ഇത് എൻ്റെ ഇപ്പോൾ ഹൈപ്പർവൈസ് ഗ്ലോബൽ ആ ഒരു സാധനമില്ല, ഈ സജഷൻ പരിപാടി ഇല്ല. ഇന്ത്യൻ റോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യം നമ്മൾ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നമ്മളെ ബാറ്ററി ഡ്രെയിനിങ് ഫിക്സായി. പിന്നെ കാര്യമായിട്ട് വലിയ ബാറ്ററി ഡ്രെയിനിങ് എന്നിട്ടും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർ ഇനി അപ്ഡേറ്റ് ഉള്ളവരാണെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ഇല്ലാത്തവരാണെങ്കിൽ
ഈ സെറ്റിംഗ്, അതായത് നമ്മുടെ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ്റെ ചൈനീസ് വേർഷൻസ് ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്തിടുക. ചൈനീസ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ചില പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഗെയിം ടർബോ വർക്ക് ചെയ്യാതൊരു ഇഷ്യൂ വരും. പക്ഷേ ഇപ്പം വേറൊരു മോഡലുണ്ട് 10.8.2 എന്ന് പറഞ്ഞൊരു ചൈനീസ് വേർഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ടാൽ എല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ചില ഓപ്ഷൻസ് നിങ്ങൾക്ക് മിസ്സിങ് ആയിരിക്കും. പക്ഷേ ബാറ്ററി നല്ലോണം അവർ സെറ്റാക്കിയിട്ടുണ്ട്. അത് ചില ഈ അപ്ഡേറ്റ് കഴിഞ്ഞ ഫോണാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മെത്തേഡ് തെറ്റ് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഫിക്സ് ആവും. ഞാനത് ഗ്യാരണ്ടി തരുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോയിൽ ഞാനതിനെ എങ്ങനെ പൂർണ്ണമായിട്ടും ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള ടിപ്പുമായിട്ട് വരാം. നിങ്ങളെ ബാറ്ററി കുറേ ഡീഗ്രേഡ് ആയതെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏത് മെത്തേഡ് യൂസ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം, സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ശരി.